ഇന്തോനേഷ്യയിലെ മൊലൂക്ക കടൽ പ്രദേശത്തുണ്ടായ അതിശക്തമായ ഭൂചലനം പസഫിക് മേഖലയിലെ രാജ്യങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച പ്രാദേശിക സമയം രാവിലെ 6:48 റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ആദ്യ റിപ്പോർട്ടുകളിൽ ഇത് 7.8 തീവ്രതയുള്ളതായി രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും പിന്നീട് US ജിയോളജിക്കൽ സർവേ ഇത് 7.4 പുതുക്കി സ്ഥിരീകരിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ടെർനേറ്റ് നഗരത്തിൽ നിന്ന് ഏകദേശം 127 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി കടലിനടിയിൽ ഏകദേശം 35 കിലോമീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സമുദ്രത്തിനടിയിലുണ്ടായ ഈ ശക്തമായ ചലനം വളരെ വലിയ ജലവിസ്തൃതിയിൽ ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പസഫിക് സുനാമി വാർണിംഗ് സെന്റർ ഉടൻ തന്നെ സുനാമി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്തോനേഷ്യയ്ക്ക് പുറമെ ഫിലിപ്പീൻസ്, മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ തീരപ്രദേശങ്ങളിലും അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ചുറ്റളവിൽ അപകടകരമായ സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. എന്നാൽ നിലവിൽ ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾക്ക് യാതൊരു സുനാമി ഭീഷണിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഭൂചലനത്തെ തുടർന്ന് ബിറ്റുങ്, വെസ്റ്റ് ഹൽമഹേര തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ ചെറിയ തോതിൽ സമുദ്രനിരപ്പ് ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇവിടെ ഏകദേശം 20 മുതൽ 30 സെന്റിമീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വലിയ സുനാമി അല്ലെങ്കിലും മുന്നറിയിപ്പായി കാണേണ്ട സാഹചര്യമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് നോർത്ത് സുലവേസിയിലെ ബിറ്റുങ് നഗരത്തിൽ ശക്തമായ കുലുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ ഭീതിയോടെ വീടുകളും കെട്ടിടങ്ങളും ഒഴിഞ്ഞ് പുറത്തേക്ക് ഓടി. പലരും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേന തീരദേശവാസികൾ എത്രയും വേഗം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂചലനത്തിന്റെ ആഘാതത്തിൽ വടക്കൻ സുമാത്രയിലെയും സമീപ ദ്വീപുകളിലെയും ചില കെട്ടിടങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വിള്ളലുകളും കേടുപാടുകളും സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. റോഡുകളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ചെറിയ തകരാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളും രക്ഷാപ്രവർത്തന സംഘങ്ങളും സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു തുടരുകയാണ്. അടുത്ത കുറച്ചു മണിക്കൂറുകൾ നിർണായകമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ ജനങ്ങൾ ഇപ്പോഴും ജാഗ്രതയോടെയാണ് കഴിയുന്നത്. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിലൊന്നായ റിംഗ് ഓഫ് ഫയർ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിലൂടെ നിരവധി ടെക്ടോക്രോണിക് പ്ലേറ്റുകൾ തമ്മിൽ ഇടിച്ചു കയറുന്നതിനാൽ ഇവിടെ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പതിവാണ്. അതിനാൽ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾക്കായി മുൻകരുതലുകളും ദുരന്ത നിവാരണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നത് അനിവാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ പസഫിക് മേഖലയിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും ജാഗ്രത പാലിക്കണമെന്നും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പും നിർദ്ദേശവും നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.